ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം അറിയുന്നുണ്ടോ, നമ്മുടെ ജീവിതം വരുന്ന നാളുകളിൽ അധികം ശക്തി ആവശ്യമുള്ള മേഖലകളിലൂടെയാണ് സഞ്ചരിക്കുവാൻ പോകുന്നതെന്ന്. അനുദിനം പുതിയ വെല്ലുവിളികൾ നാം നേരിടുന്നു. പുതിയ ജീവിത സാഹചര്യങ്ങൾ, സങ്കീർണമായ അവസ്ഥകൾ എന്നും വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പേർ അകന്നു മാറുന്നു. അനേകരുടെ സ്നേഹം തണുത്തുപോകുന്നു. അത്തരം ജീവിത സാഹചര്യങ്ങളിൽ കുതിച്ചു പറക്കുവാൻ നമുക്ക് അധികം ശക്തി ആവശ്യമാണ്. ഈ ശക്തി എവിടെയാണ് നാം സംഭരിക്കുന്നത്? നമ്മുടെ സമ്പത്തിലോ, കഴിവുകളിലോ, സ്വാധീന വലയങ്ങളിലോ, അടുത്ത കൂട്ടുകാരിലോ പോലും ഈ ബലം സംഭരിച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. ഭൂമിയിൽ എവിടെയെല്ലാം ഈ ശക്തി നാം കൂട്ടിവെക്കുന്നുവോ അവിടെയെല്ലാം പരാജയപ്പെടും. എന്നാൽ നമുക്ക് വേണ്ടത് നമ്മുടെ ആത്മാവിലുള്ള ശക്തിയാണ്, മനസ്സിലുള്ള ബലമാണ്, മനോഭാവത്തിലുള്ള സഹിഷ്ണുതയാണ്. നമ്മുടെ അന്തരാത്മാവിലാണ് ബലം നിൽക്കേണ്ടത്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കണം. ദൈവിക ബലം പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കണം. പുറമേയുള്ള സകലതും നമുക്കെതിരാകുമ്പോൾ ആ ബലം നമ്മെ താങ്ങി നടത്തും. ആർക്കും കാണാനാവാത്ത ആ ബലം നമ്മുടെ ആത്മാവിൽ നിറയ്ക്കണം. നാളെ നമ്മുടെ മുൻപിൽ ഒരു പ്രതികൂലം വരുമ്പോൾ അതിനു മുൻപിൽ പുഞ്ചിരിക്കുവാൻ സാധിക്കുന്നത് ഇന്ന് നാം പ്രാപിച്ച ബലം കൊണ്ടാണ്. കൂടെയുള്ള പലരും പതറുമ്പോൾ, ഇടറുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ അടിസ്ഥാനം ഇപ്പോൾ തന്നെ ശക്തിയുള്ളതാക്കണം. മണ്ണിൽ പണിത വീട് പോലെയല്ല, പാറമേൽ പണിത വീട് പോലെ നാം ഉറച്ചു നിൽക്കണം. വൻമഴ പെയ്യുമ്പോൾ, കാറ്റടിക്കുമ്പോൾ നാം പതറിപ്പോകില്ല. ഇന്നു നാം കാലാൾപ്പടയോട് കൂടെ ഓടുന്നു. നാളെ നാം കുതിരപ്പടയോടുകൂടെ ഓടേണ്ടതാണ്. നാളെ നാം ഇവിടെ നിന്നും പറന്നകലേണ്ടവരാണ്. ആയതിനാൽ ആത്മബലത്തിനായി ഒരുങ്ങാം. സങ്കീർത്തനം 84:5. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.